ഗുഡ് ഈവനിങ്. നമുക്ക് സ്പ്രിംഗ് MVC ഫ്രെയിംവർക്കിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്പ്രിംഗ് MVC ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ജാവ ഓപ്പൺ സോഴ്സ് ഫ്രെയിംവർക്ക്. അതായത് ജാവയുടെ ഒരു ഓപ്പൺ സോഴ്സ് ഫ്രെയിംവർക്കാണ് ഈ സ്പ്രിംഗ് MVC ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. അപ്പം സ്പ്രിംഗ് MVC നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം MVC എന്ന് പറഞ്ഞാൽ മോഡൽ വ്യൂ കൺട്രോളർ. അതായത് മോഡൽ വ്യൂ കൺട്രോളർ ഫ്രെയിംവർക്കിനെയാണ് നമ്മൾ MVC എന്ന് പറയുന്നത്. അതായത് മോഡൽ ഉണ്ട്, അതുപോലെ വ്യൂ ഉണ്ട്, കൺട്രോളർ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മോഡൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് ഡേറ്റ, അല്ലെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യുന്ന ഡേറ്റയാണ്. അപ്പം വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡേറ്റയെ വ്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. കൺട്രോളർ എന്ന് പറഞ്ഞാൽ ഈ മോഡലിനെയും വ്യൂവിനെയും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന, ഇത് തമ്മിലുള്ള ഒരു ഇന്റഗ്രേഷൻ നടക്കുന്നത് നമ്മുടെ ഈ കൺട്രോളർ വഴിയായിരിക്കും. ഇങ്ങനെ ഈ ഒരു കൺസെപ്റ്റ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം MVC എന്നത് ഒരു സ്പ്രിംഗ് ബേസ്ഡ് ഫ്രെയിംവർക്ക് വരുന്നതാണ്. ഒരു വെബ് ആപ്ലിക്കേഷൻ ആണ്. നമ്മൾ വെബ് ആപ്ലിക്കേഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ മെയിൻ ആയിട്ടും MVC ഫ്രെയിംവർക്ക് ഉപയോഗിക്കുന്നത്. MVC എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മോഡൽ, വ്യൂ, കൺട്രോളർ. അപ്പം ഈ ഡേറ്റയും സ്പ്രിംഗ് MVC എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തെ ഒരു ഓപ്പറേഷൻസ്, ഒരു യൂസർ ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. അപ്പോൾ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുമ്പോഴത്തേക്കിന് നമ്മുടെ ഡിസ്പാച്ചർ സെലക്ട് എന്ന് പറയുന്ന സംഭവം, നമ്മൾ നേരത്തെ സെലക്റ്റിനെ പറ്റി പറഞ്ഞു. അപ്പോൾ സ്പ്രിംഗ് MVCയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കമ്പോണന്റ് ആണ് ഡിസ്പാച്ചർ സെലക്ട് എന്ന് പറയുന്നത്. അപ്പം ഡിസ്പാച്ചർ സെലക്ട് ആണ് ഈ റിക്വസ്റ്റിനെ റിസീവ് ചെയ്യുന്നത്. അതെങ്ങനെ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റിക്വസ്റ്റ് അയക്കുന്നു. യൂസറിന്റെ സൈഡിൽ നിന്ന്, ക്ലയന്റിന്റെ സൈഡിൽ നിന്ന് ഒരു റിക്വസ്റ്റ് അയക്കുന്നു. റിക്വസ്റ്റ് അയച്ചു കഴിയുമ്പോഴത്തേക്കിന് റിക്വസ്റ്റ് ഷുഡ് ബി റിസീവ്ഡ് ബൈ ദ ഡിസ്പാച്ചർ സെലക്ട്. ഡിസ്പാച്ചർ സെലക്ട് അത് എന്ത് ചെയ്യുന്നു, ആ റിക്വസ്റ്റിനെ റിസീവ് ചെയ്യുന്നു. ദെൻ ദ ഡിസ്പാച്ചർ സെലക്ട് ഗീവ്സ് ദ പർട്ടിക്കുലർ റിക്വസ്റ്റ് ടു പർട്ടിക്കുലർ കൺട്രോളർ. അതായത് ഏത് കൺട്രോളറിനാണോ അത് വേണ്ടത് അതിലോട്ട് എന്ത് ചെയ്യുന്നു, വിടുന്നു. കൺട്രോളറിലേക്ക് ആ റിക്വസ്റ്റിനെ വിടുന്നു. കൺട്രോളർ ബിസിനസ് ലോജിക് ഉപയോഗിച്ചിട്ട്, അതായത് കൺട്രോളറിന്റെ അകത്താണ് ബിസിനസ് ലോജിക് എഴുതിയേക്കുന്നത്. അപ്പൊ ആ ബിസിനസ് ലോജിക് ഉപയോഗിച്ച് മോഡലിന്റെ അകത്തുനിന്ന് ഏത് ടൈപ്സ് ഓഫ് ഡേറ്റയാണ് നമുക്ക് വേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കി എടുത്തിട്ട് മോഡലിനെ വ്യൂവിലോട്ട് റിസൾട്ട് വരുന്നു. ആ ഒരു കൺസെപ്റ്റ് ആണ് വരുന്നത്. അപ്പൊ വ്യൂവിലോട്ട് റിസൾട്ട് വന്നു. വ്യൂവിൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വ്യൂ എന്ത് ചെയ്യുന്നു, വ്യൂ നമുക്ക് യൂസറിന് ഔട്ട്പുട്ട് ആയിട്ട് നമ്മുടെ മുമ്പിൽ വരും. അതാണ് മെയിൻ ആയിട്ട് സംഭവിക്കുന്നത്. അതായത് അവിടെ സംഭവിക്കുന്നുണ്ടോ നിങ്ങൾ നോക്കുക. യൂസർ ഒരു റിക്വസ്റ്റ് വിടുന്നു. ആ റിക്വസ്റ്റ് എവിടെ ചെല്ലുന്നു, ഡിസ്പാച്ചർ സെലക്ടിന്റെ അരികിലാണ് ചെല്ലുന്നത്. ഡിസ്പാച്ചർ സെലക്ട് വിൽ റിസീവ് ദാറ്റ് റിക്വസ്റ്റ്. എന്നിട്ട് അതിനെ കറക്റ്റ് ആയിട്ട് കൺട്രോളറിലേക്ക് ആ റിക്വസ്റ്റിനെ പാസ് ചെയ്യുന്നു. ദെൻ കൺട്രോളർ യൂസിങ് ദ ബിസിനസ് ലോജിക് മോഡലിനെ ഇതാകുന്നു. മോഡൽ റെഡി ആയതിനു ശേഷം മോഡലിനെ വ്യൂവിലോട്ട് പാസ് ചെയ്യുന്നു. വ്യൂവിന്റെ അകത്ത് ഡേറ്റ വന്നു കഴിഞ്ഞാൽ വ്യൂ ഷുഡ് ബി റിസൾട്ടഡ് ടു ദ യൂസർ. ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു കമ്പോണൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് കൺട്രോളർ ഉണ്ട്. മറ്റൊരു കൺട്രോളർ എന്ന് പറഞ്ഞാൽ അത് മെയിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലാസ് ഒരു കൺട്രോളറാണ് കാണിക്കുന്നത്. കൺട്രോളർ എന്ന് പറയുന്ന സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ്. റിക്വസ്റ്റ് മാപ്പിംഗ് എന്ന് പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ ഒരു URL ഏത് ഫംഗ്ഷൻ ആണ് ഹാൻഡിൽ ചെയ്യണമെന്ന് പറയുന്നത്. മോഡൽ എന്ന് പറഞ്ഞാൽ ഡേറ്റ വ്യൂവിലേക്ക് അയക്കാൻ ഉപയോഗിക്കുന്നു. വ്യൂ റിസോൾവർ ആണ്. വ്യൂ റിസോൾവർ എന്ന് പറയുന്നതാണ് ഏത് HTML അല്ലെങ്കിൽ JSP ഏത് വേണം എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. ആ ഒരു കൺസെപ്റ്റ് ആണ് മെയിനായിട്ട് സ്പ്രിംഗ് MVCയിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കേണ്ടത്. സ്പ്രിംഗ് MVC dispatcher select acts as a glue, and this act makes its most important component. It finds the correct method and use for receiving incoming URL. This can be considered as a middleware, as it receives the URL via HTTP request and it communicates with the two ends, the sender of HTTP request and the Spring application. The dispatcher select allows the use of all features of Spring, and it is completely integrated in the IOC controller. Setting up development environment for Spring MVC. Spring MVCക്ക് വേണ്ടി ഒരു ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. Spring framework is used widely in the market, and there are many solutions that have been developed by keeping Spring framework as core architecture.
Spring framework is used to build almost anything. It's make coding in Java much easy as it takes care of most of boilerplate code. അതായത് ഇച്ചിരി ഹാർഡായിട്ടുള്ള കോഡിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തുപയോഗിക്കാം, സ്പ്രിംഗ് ഉപയോഗിക്കാം. കാരണം നമുക്ക് ഹാർഡ് കോഡ് ഒന്നും അധികം ഹാർഡായിട്ടുള്ള കോഡുകളൊന്നും അധികം ഇതിനകത്ത് എഴുതേണ്ടി വരുന്നില്ല. സ്പ്രിംഗ് MVCക്ക് തന്നെ കുറെ കാര്യങ്ങൾ വരുന്നത് കൊണ്ട് അത്രയൊന്നും നമ്മൾ എഴുതേണ്ടതായിട്ട് വരുന്നില്ല. As we discussed above, Spring framework is modular in nature. Besides that, Spring framework is not a single entity. A single entity has been divided into several modules which serve their own functionality. Spring framework allows application to integrate with various other backend technologies. Spring framework allows the development of standalone applications. Spring framework becomes very useful while using distributed architecture. Due to lightweight in nature, it reduces the complexity while using EJBs. Spring security makes the applications more secure. ഇതാണ് സ്പ്രിംഗ് ഫ്രെയിംവർക്കിന്റെ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. നമുക്ക് ഇതിനകത്ത് കാണാം ഡേറ്റ ആക്സസ്, ഇന്റഗ്രേഷൻ. അപ്പൊ അതെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന JDBC അല്ലെങ്കിൽ ഒബ്ജക്ട് റിലേഷൻ മാപ്പിംഗ് ഉപയോഗിച്ചതാണ്. പിന്നെ നമുക്ക് വെബ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വെബിനെ സംബന്ധിക്കുന്ന JSP ഫയൽസും നമ്മുടെ സബ്നെറ്റുകളും ഒക്കെ അതിൻ്റെ അകത്തുണ്ട്. പിന്നെ നമുക്ക് ആസ്പെക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങൾ കോർ കണ്ടെയ്നറിന്റെ അകത്താണ് മെയിൻ ആയിട്ട് നമ്മുടെ ബീൻസും, അതായത് ജാവ ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. Core container contains the core Java, core beans, context, and expression language modules, the details of which are follows. IOC and DI, dependency injection. Features are the main features of the framework, which comes under the core container as it provides the fundamental parts of the framework. Bean factory comes under bean module, helps in the implementation of the factory pattern. നമുക്ക് data access integration ഉണ്ട്. This layer involves the JMS, OXM, ORM, and JDBC and transaction modules and below other details. It eliminates the need of JDBC related coding efforts of the developer. Java IDE സെറ്റപ്പിനെ പറ്റി പറയുന്നുണ്ട്. അതായത് നമുക്ക് എക്ലിപ്സ് ആണെങ്കിൽ നമുക്ക് അതിന്റെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ ഇൻ ദ കേസ് ഓഫ് നെറ്റ്ബീൻസ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഹലോ വേൾഡ് പ്രൊജക്ടിന്റെ കാര്യമാണ് പറയുന്നത്. എക്ലിപ്സ് ID ഉപയോഗിച്ചാണ് ഇവർ പറയുന്നത്. ആദ്യമേ എക്ലിപ്സിന്റെ അകത്ത് ക്രിയേറ്റ് എ ഡൈനാമിക് വെബ് പ്രൊജക്ട് വിത്ത് എ നെയിം ഹലോ ഇഗ്നോർ ആൻഡ് ക്രിയേറ്റ് എ പാക്കേജ് home.ignore in the source for SRC folder in the created project. And drag and drop below mentioned Spring and other libraries into the folder web content web.inf lib. അതിൻ്റെ തൊട്ട് ആവശ്യമുള്ള കുറച്ച് ലൈബ്രറീസ് അതിൻ്റെ തൊട്ട് ഇടുക. എന്നിട്ട് step 3, create a Java class hello container under the home.ignore.package. Then create a Spring configuration file web.xml. അതിൻ്റെ അകത്ത് നമ്മൾ ഈ web.inf ഫോൾഡറിന്റെ തന്നിട്ടുണ്ട്. സബ് ഫോൾഡറിന്റെ അകത്ത് ഉണ്ടാക്കണം. ഇത്ര എഴുതി കഴിഞ്ഞ് ഇതാണ് വെബ് സർവ്ലെറ്റ് XML ഫയൽ. ഇതാണ് സ്പ്രിംഗ്. നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് വരും. ഇത് നമ്മുടെ web.xml ആണ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെലക്ട് മാപ്പിങ്ങിന്റെ അകത്ത് സെലക്ട് ഹലോ വെബ് എന്നെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹലോ വെബ് എന്ന് പറയുന്ന സെലക്ടിനെ വിളിച്ചോളും. ഇങ്ങനെയാണ് സ്പ്രിംഗിൽ ഒരു സാധാരണ ഇത് നമ്മൾ ചെയ്യുന്നത്. യൂസ് ഇൻവേർഷൻ ഓഫ് കൺട്രോളർ ഡിപെൻഡൻസി ഇൻജെക്ഷൻ. ഇൻവേർഷൻ ഓഫ് കൺട്രോളർ എന്ന് പറഞ്ഞാൽ it is considered as a design principle, but some of the developer society consider it as a pattern. This is designed to achieve boost coupling, as its name suggests that it is used to invert controls on object-oriented design. It also controls the flow of an application and also controls over the flow of dependent object. Tightly coupled class and step 1, implement inversion of control using factory pattern. Step 2 implement dependency injection protocol by creating abstraction. Then implement DI, use IOC container, loosely coupled classes.
ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷനെ പറ്റിയാണ് പറയുന്നത്. ദ ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ is a design pattern that removes the dependency of the programs. To remove the dependency of the programs, dependency injection design pattern do this job. In that kind of scenario, information is provided by the external sources such as XML file. Dependency injection plays a vital role to make the code loosely coupled and easier for testing. ഇവിടെ കാണാം ക്ലാസ് ഇഗ്നോ എന്ന് പറയുന്ന ഒരു ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ക്ലാസ്സിന്റെ അകത്ത് നമുക്കൊരു സ്റ്റുഡന്റ് എന്ന് പറയുന്ന ക്ലാസ്സിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ഉണ്ടാക്കുന്നുണ്ട്. സ്റ്റുഡന്റ് അതിന്റെ അകത്തോട്ട് സ്റ്റുഡന്റിനെ പാസ് ചെയ്ത് വിടുന്നു. Can perform dependency injection we are following two ways in Spring Framework. By constructor, the above code, the below snapshot of the code uses the constructor. In the code ignore and the student, this dot student equal to student. By setter method, the above code, the below snapshot of the code uses setter method. Either set student in the പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ആ സ്റ്റുഡന്റിന്റെ ക്ലാസിന്റെ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിന് വാല്യൂവിനെ അസൈൻ ആവും. What do you mean by ID and its benefit? Is Spring Framework open source? What is the use of IOC? What is DI? An ID stands for Integrated Development Environment for programming in Java or any language. It is typically an application software which provide a code editor. അതായത് ഒരു കോഡ് എഡിറ്ററിനെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ID എന്ന് പറയുന്നത്. അതായത് ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്. അതിൻ്റെ അകത്ത് കുറെ കോഡിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്ക് കുറെ കോഡിംഗ് സജഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വരും. കോഡ് ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കോഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് സോഫ്റ്റ്വെയർ ആണ് ID എന്ന് പറയുന്നത്. A compiler or interpreter and a debugger that can be accessed by the application developer using unified graphical user interface. Then Spring Framework is an Spring Framework-നെ പറ്റി ചോദിച്ചത് ഓപ്പൺ സോഴ്സ് ആണെന്നാണ് ചോദിച്ചത്. Spring Framework തീർച്ചയായിട്ടും എന്താണ്? It is an open source framework used for developing web applications with Java as a programming language. It is powerful, lightweight application development framework used for Java Enterprise Edition. Then the IOC container is responsible to instantiate, configure, and assemble the object. To instantiate the application class, to configure the object. അത് IOC കണ്ടെയ്നറിന്റെ ടാസ്കുകളാണ് പറയുന്നത്. ആപ്ലിക്കേഷൻ ക്ലാസ്സിനെ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി, ഒബ്ജക്റ്റിനെ കോൺഫിഗർ ചെയ്യാൻ വേണ്ടി, അതായത് ഡിപ്പെൻഡൻസീസിനെ ഒബ്ജക്ട്സുകളിലുള്ള ഡിപ്പെൻഡൻസീസിനെ അസംബിൾ ചെയ്യാൻ വേണ്ടിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ IOC കണ്ടെയ്നറിനെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അടുത്ത DI അല്ലെങ്കിൽ ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ ഡിസൈൻ പാറ്റേൺ വിച്ച് റിമൂവ്സ് ദ ഡിപ്പെൻഡൻസി ഫ്രം ദ പ്രോഗ്രാമിംഗ് കോഡ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഈസി ടു മാനേജ് ആൻഡ് ടെസ്റ്റ് ദ ആപ്ലിക്കേഷൻ. നമുക്ക് ഈസി ആയിട്ട് ആപ്ലിക്കേഷനെ ടെസ്റ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ മേക്സ് അവർ പ്രോഗ്രാമിംഗ് കോഡ് loosely coupled. Next, creating controllers and views. In Spring MVC, controller classes are used to handle the requests which are coming from the client. After getting the request from the client, then controller starts its task by invoking a business class to process business related tasks. And once it's get fulfilled, then it redirects the client request to a logical union. അതായത് കൺട്രോളർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ കൺട്രോളറിന്റെ അകത്തോട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് വിടും, ഇതിനെ നമുക്ക്
it gets fulfilled. And then the reader controller's main task is to intercept the incoming request. Then controller converts the payload of the request to the internal structure of the data. After getting response from above two tests, then it sends to the data to a model for a further processing. Once it gets processed the data from the model, then the data that data is referred to the view. അതായത് കൺട്രോളർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് മോഡലിന്റെ കയ്യിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റ കിട്ടണം. ആ ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ then it will pass it to the വ്യൂയിലോട്ട് പാസ് ചെയ്യുന്നു. അതിന്റെ ഒരു ഹൈ ലെവൽ ഫ്ലോ ആണ് പറഞ്ഞിരിക്കുന്നത്. അതെല്ലാവരും നോക്കുക.
സോ ഇതിനകത്ത് ഇൻകമിംഗ് റിക്വസ്റ്റ് ഡിസ്പാച്ചർ സെർവറിലോട്ട് പോകുന്നതായിട്ട് പറയുന്നു. ഡിസ്പാച്ചർ സെർവറിന്റെ അകത്ത് എന്നിട്ട് അതിനെ കൺട്രോളർ മാപ്പിങ്ങിലോട്ട് പോകുന്നു. ആ ഹാൻഡ്ലർ മാപ്പിംഗിൽ നിന്നാണ് ഏത് കൺട്രോളറാണ് കറസ്പോണ്ടിങ് ആയിട്ട് ആ റിക്വസ്റ്റുമായിട്ട് മാപ്പ് ചെയ്തിരിക്കുന്നത് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അതിലോട്ട് പോകുന്നു. എന്നിട്ട് ആ കറസ്പോണ്ടിങ് ഇതിനെ ബിസിനസ് ലോജിക്കിനെ, മോഡലിന്റെ അകത്തുനിന്നുള്ള ബിസിനസ് ലോജിക്കിനെ കൺട്രോളർ എന്ത് ചെയ്യുന്നു, ഇൻവോക്ക് ചെയ്യുന്നു. ഇൻവോക്ക് ചെയ്തിട്ട് സെൻസ് റെസ്പോൺസ് ബാക്ക് ടു ദ ഡിസ്പാച്ചർ സെർവർ. അവിടെ നിന്ന് ഡിസ്പാച്ചർ സെർവറിലോട്ട് എന്ത് ചെയ്യുന്നു, ഇതിനെ നമുക്ക് തിരിച്ചു കിട്ടുന്നു. എന്നിട്ട് ഡിസ്പാച്ചർ സെർവർ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വ്യൂ റിസോൾവറിൽ ചെന്നിട്ട് അതിന് അവിടെ നിന്ന് എന്ത് കൊടുക്കുന്നു, നമുക്ക് ഔട്ട് ഗോയിങ് റെസ്പോൺസുകൾ കൊടുക്കുന്നു. അതിന്റെ ഒരു പ്രോഗ്രാം ആണ്. ബിലോ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് കൺട്രോളർ ഫ്രം ദ ഗിവൺ എബോവ് ഗിവൺ. നമുക്ക് അതിൻ്റെ അകത്ത് കാണാം ഹലോ ഇഗ്നോ കൺട്രോളർ എന്ന് പറയുന്ന ഒരു ക്ലാസ് നമുക്കുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് മോഡൽ ഡോട്ട് ആഡ് ആട്രിബ്യൂട്ട് ഹലോ സ്പ്രിംഗ് MVC ഫ്രെയിംവർക്ക് റിട്ടേൺ ഹലോ. ഇതിൻ്റെ അകത്ത് നമുക്ക് പറയും യൂസ് കൺട്രോളർ ഡിസൈൻ പാറ്റേൺ ഇസ് എ fundamental design pattern to any MVC design, and Spring MVC architecture also uses the front controller design pattern. The dispatcher select is considered as the head of the design, as the process of dispatching the request to the right controller is achieved by configuring the dispatcher select. And dispatcher select ആണ് എന്ത് ചെയ്യുന്നത്, ഏത് കൺട്രോളർ ആണ് കറക്റ്റ് ആയിട്ട് ഏത് കൺട്രോളറിലോട്ട് പോകണം എന്ന് സെറ്റ് ചെയ്യുന്നത് നമ്മുടെ dispatcher select ആണ്. This class handles a complete request handling process. It is a regular select as others and can be configured along with the custom controller. ഇതിനകത്ത് മെയിൻ ആയിട്ട് നോക്കാനുള്ളത് നമ്മുടെ ഡിസ്പാച്ചർ സെർവറിന്റെ കേസ് തന്നെയാണ്. ഇനി നമ്മളൊരു പ്രോഗ്രാം ഒക്കെ എഴുതി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം ഒരു സ്പ്രിങ്ങിന്റെ അകത്ത് ഒരു ഫോം ടാഗുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ പ്രോഗ്രാം ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് ഒരു മോഡലാണ് ഈ കാണുന്നത്. ഒരു മോഡലിന്റെ ഒരു സിൻടാക്സ് എന്ന് പറയുന്നത് സാധാരണ നമ്മളൊരു ക്ലാസ് എഴുതുന്ന പോലെയാണ്. ക്ലാസിന്റെ അകത്ത് ഏതൊക്കെ വേരിയബിൾസ് ആണ് ആ മോഡലിന്റെ അകത്ത്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഏതൊക്കെ ഡേറ്റ മെമ്പേഴ്സ് ആണ് വേണ്ടതെന്ന് നമ്മൾ ആ മോഡൽസിന്റെ അകത്ത് പറയും. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഉണ്ട്. അതുകൂടാതെ തന്നെ നമുക്കൊരു കൺസ്ട്രക്ടർ കാണും. അതാണ് ഈ പബ്ലിക് സ്റ്റുഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കൺസ്ട്രക്ടറിന്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ഇനിഷ്യലൈസ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ, വാല്യൂസിനെ ഇനിഷ്യലൈസ് വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൂടാതെ തന്നെ നമുക്കൊരു ഗെറ്ററും സെറ്ററും കാണും. അതായത് ഗെറ്ററും സെറ്ററും എന്ന് പറഞ്ഞാൽ ഗെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് വാല്യൂസിനെ റിട്രീവ് ചെയ്യാനും സെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ചിട്ട് വാല്യൂസിനെ നമുക്ക് സെറ്റ് ചെയ്യാനുമായിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതാണ് ഒരു മോഡലിന്റെ ഒരു സിന്റാക്സ് എന്ന് പറയുന്നത്. കൺട്രോളർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. കൺട്രോളർ ചെയ്യുന്ന ജസ്റ്റ് ആ മോഡലിന് ഒരു ഒബ്ജക്റ്റിനെ ഉണ്ടാക്കുന്നു. മോഡലിന് ഒബ്ജക്റ്റിനെ ഉണ്ടാക്കിയിട്ട് അതിലോട്ട് ആഡ് ചെയ്യുന്നു, വാല്യൂസിനെ ആഡ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാം ഇവിടെ ഷോ സ്റ്റുഡന്റ് ഫോം എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ അതിൻ്റെ ആട്രിബ്യൂട്ട് ആഡ് ചെയ്തിട്ട് റിട്ടേൺ സ്റ്റുഡന്റ് ഫോം. സ്റ്റുഡന്റ് ഫോം എന്ന് പറയുമ്പോൾ നമ്മുടെ ആ സ്റ്റുഡന്റ് ഫോമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വ്യൂവിനെ ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. ഇവിടെ നമുക്ക് സ്റ്റുഡന്റിന്റെ ഡേറ്റ ഒക്കെ പ്രിന്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
അത് ആഡ് ദ എൻട്രി ഓഫ് കൺട്രോളർ ഇൻ ദ ടെക്സ്റ്റ്. അതായത് ഈ കൺട്രോളിന്റെ ഡീറ്റെയിൽസ്, സോ ഈ കൺട്രോളിന്റെ ഡീറ്റെയിൽസ് നമ്മളിവിടെ കൊടുക്കണം. നമ്മുടെ വെബ് ഡോട്ട് എക്സ്എംഎൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. ഡിഫൈൻ മോഡൽ ഇൻ സ്പ്രിന്റ് സെലക്ട് മോഡ്. ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം കൺട്രോളറിനെ നമ്മൾ വെബ് ഡോട്ട് എക്സ്എംഎൽ ഡിഫൈൻ ചെയ്യണം. അതുപോലെ മോഡലിനെ നമ്മൾ സ്പ്രിന്റ് സെലക്ട് എന്ന് പറയുന്ന ഇതിന്റെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ഇന്ന മോഡൽ ഇവിടെ ഉണ്ട്, അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. വ്യൂ പേജിനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. അതായത് നമ്മുടെ സാധാരണ രീതിയിലുള്ള ഒരു JSP പേജിനെയാണ് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ ഫോം വാലിഡേഷൻ ഉണ്ട്. ഫോം വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് നള്ളാണോ, മിനിമം, മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഉള്ളത്. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. ഇനി നമുക്കുള്ളത് സ്പ്രിംഗ് ബൂട്ട് ആൻഡ് ഹൈബർനേറ്റ്. സ്പ്രിംഗ് ബൂട്ടും ഹൈബർനേറ്റും ഉണ്ട്. അതെന്താണ് നമുക്ക് നോക്കാം.
അതായത് സ്പ്രിംഗ് ബൂട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം, സ്പ്രിംഗ് ബൂട്ട് എന്ന് പറയുന്നത് സ്പ്രിംഗ് ഫ്രെയിംവർക്കിന് മുകളിൽ സ്പ്രിംഗ് ഫ്രെയിംവർക്കിന്റെ അണ്ടറിലായിട്ട് നമ്മൾ നിർമ്മിച്ച ഒരു ഫ്രെയിംവർക്കാണ് ഈ സ്പ്രിംഗ് ബൂട്ട് എന്ന് പറയുന്നത്. സ്പ്രിംഗ് ആപ്ലിക്കേഷൻ കുറച്ചുകൂടെ, അതായത് സ്പ്രിംഗ് ബൂട്ട് മേക്സ് ഇറ്റ് ഈസി ടു ക്രിയേറ്റ് ആൻഡ് സ്റ്റാൻഡ് അലോൺ പ്രൊഡക്ഷൻ റെഡി സ്പ്രിംഗ് ആപ്ലിക്കേഷൻസ്. സ്പ്രിംഗ് ആപ്ലിക്കേഷൻസ് എത്രയും പെട്ടെന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കിട്ടാൻ വേണ്ടി നമുക്ക് യൂസ് സ്പ്രിംഗ് ബൂട്ട്. ഈ സ്പ്രിംഗ് ബൂട്ട് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കുറച്ച് കോൺഫിഗറേഷൻ ഇതിനകത്ത് ആവശ്യമുണ്ട്. നമ്മുടെ XML ഫയൽസ് വേണം, ഡിപ്പെൻഡൻസി സെറ്റിംഗ്സ് വേണം, സെർവർ സെറ്റപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ ഈസി ആക്കാൻ വേണ്ടിയാണ് സ്പ്രിംഗ് ബൂട്ട് സെറ്റപ്പ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ നോക്കിയാൽ നമുക്കറിയാം, സീറോ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ എംബഡഡ് സെർവേഴ്സ്, ഓട്ടോ കോൺഫിഗറേഷൻ, ഇങ്ങനെയുള്ള ഫീച്ചറുകൾ നമുക്ക് സ്പ്രിംഗ് ബൂട്ട് വഴി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓട്ടോ കോൺഫിഗറേഷൻ എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് വേണ്ട സെറ്റിംഗ്സും കാര്യങ്ങളും ഒക്കെ ആര് തന്നെ ചെയ്തു തരും, നമുക്ക് സ്പ്രിംഗ് തന്നെ ചെയ്തു തരും. നമ്മളായിട്ട് സെറ്റിംഗ്സിന്റെ പുറകെ നടക്കുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. സ്പ്രിംഗ് ബൂട്ടിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റിംഗ് കാര്യങ്ങളെല്ലാം സ്പ്രിംഗിന്റെ ഭാഗത്ത് തന്നെ നമുക്ക് കിട്ടും. പിന്നെ നമുക്കുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ്, നമുക്കതിനെ ഒരു ജാർ ഫയൽ ആയിട്ട് തന്നെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ എംബഡഡ് സെർവേഴ്സ് ആണുള്ളത്, ടോംകാറ്റ് ഇതുപോലെയുള്ള കോഡിനോട് കൂടി ആയിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ദെൻ നമുക്ക് പ്രൊഡക്ഷൻ റെഡിയായിരിക്കും. പ്രൊഡക്ഷൻ റെഡി എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അതിനെന്ത് ചെയ്യാം, ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഗുണങ്ങൾ എന്ന് പറയുന്നത്. സ്പ്രിംഗ് ബൂട്ട് വളരെ സിമ്പിൾ ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. ടെക്സ്റ്റ് ബുക്കിന്റെ ഭാഗങ്ങൾ നോക്കാം. സ്പ്രിംഗ് ബൂട്ടിന്റെ ഒരു ഓവർവ്യൂ ആണ് ആദ്യം പറയുന്നത്.
Spring Boot എന്ന് പറഞ്ഞാൽ is fast, secured and cost-effective development of software plays a vital role in the growth of an organization. അത് ഓർഗനൈസേഷൻ്റെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ ഇതെന്ന് പറയുന്നത് Spring Boot in an overview എന്ന് പറയുന്നത് Spring Boot is an extension of the Spring framework that takes one step ahead and simplifies the configuration in order to fasten the development and execution of the Spring application. The Spring application execution വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു Spring frameworkന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് Spring Boot എന്ന് പറയുന്നത്. Spring Boot provides a vast number of features and benefits. A few of them are the follows. Everything is auto-configured in Spring Boot. Spring Boot in that is auto-configured. The Spring Boot starter eases the dependency management and application configuration. Then it simplifies application development by using an embedded server. Production-ready features to monitor and manage applications such as health checks, metrics, gathering, then reduces the application development time and run the application frequently. Very easy to understand and develop Spring application. The Spring application ഒരു benefits ആണ് പറയുന്നത്. Spring Boot working and annotations. Spring Boot working annotations. A class with the main method and annotated with the Spring Boot application is the entry point of the Spring Boot applications. Spring Boot auto configures all required configurations. Then auto configuration enable ചെയ്യണമെങ്കിൽ നമ്മൾ enable auto configuration എന്ന് പറയുന്ന ഒരു ടാഗ് നമ്മൾ കൊടുക്കാം. അതുപോലെ component scan കൊടുക്കണമെന്നുണ്ടെങ്കിൽ @component scan @configuration
കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പ്രിംഗ് ബൂട്ട് ആപ്ലിക്കേഷൻ അനോട്ടേഷൻ ഇതിന് പറയാൻ പേരാണ് അനോട്ടേഷൻ. As the name implies, it enables auto configuration. It means Spring Boot looks for auto configuration beans on its class path and automatically applies them. For example, if S2 dependency is added and you have not manually configured any database connection beans, then Spring will auto configure S2 as in memory database. ഇനി ഇതെല്ലാം ഓരോ അനോട്ടേഷൻസ് ആണ്. Conditional on property. The annotation is used to conditionally create a Spring bean depending on the configuration of a property. Then conditional on resource. The annotation is used to conditionally create a Spring bean based on the presence or absence of resources. The Spring config class beans will be created if the resource top40 properties file is present. Spring Boot starter before describing Spring Boot starter, the following section explains all the required things to develop a web application. Development of a web application using Spring MVC will require identifying all the required dependencies, compatible versions, and how to connect them together. Following are some of the dependencies which are used in Spring MVC web application. For all the dependencies, we will choose a compatible version of dependencies. Spring Boot project structure Spring Boot provides a high degree of flexibility in code layout. However, there are certain best practices that will help to organize the code for better readability. Spring Boot default package declaration is not recommended since it can cause issues such as malfunction, functioning of auto configuration or components scan. Spring Boot annotations like add component scan and entity scan. Spring Boot application annotation triggers component scanning for the current package and its sub-packages.
അതിന്റെ ആ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ക്ലാസ് ഫയൽസും കാര്യങ്ങളുമാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതിലാരും ഒന്ന് നോക്കുക. സ്പ്രിംഗ് ബൂട്ട് റണ്ണേഴ്സ് എന്താണെന്ന് പറയുന്നുണ്ട്. ആപ്ലിക്കേഷൻ റണ്ണർ ഇന്റർഫേസിനെ പറ്റി പറയുന്നുണ്ട്. കമാൻഡ് ലൈൻ റണ്ണറിനെ പറ്റി പറയുന്നുണ്ട്. ഇത് സാമ്പിൾ ഒരു സ്പ്രിംഗ് ഇനിഷ്യലൈസറിനെ പറ്റി കാണിക്കുന്നുണ്ട്. സാമ്പിൾ ഒരു ആപ്ലിക്കേഷൻ ആണ് കാണുന്നത്. ഗ്രീറ്റിംഗ് ഹലോ ജാക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണ് ഇവിടെ വരുന്നത്. കറസ്പോണ്ടിങ് ആയിട്ട് കോഡ് ചെയ്തേക്കുന്നതാണ് കാണിക്കുന്നത്. ഇവിടെയാണ് കോഡ് ചെയ്തേക്കുന്നത് ഹലോ നെയിം. ആ നെയിം വരുന്നത് ഒരു നെയിം വരുന്ന എവിടുന്നാണ് നിങ്ങൾക്ക് നോക്കാം. ഇവിടെ കാണാം മോഡൽ ഡോട്ട് ആഡ് ആട്രിബ്യൂട്ട്, അതായത് ഹോം കൺട്രോളർ എന്ന് പറയുന്ന അതിന്റെ ഒരു പ്ലേസാണ് നമ്മൾ ആ നെയിമിനെ വിഷ്വലൈസ് ചെയ്യുന്നത്. അവിടെ നിന്നായിരിക്കും ആ നെയിം അങ്ങോട്ട് വരുന്നത്. Questions ഉണ്ട്. Describe Spring Boot working with the Spring Boot application. What are Spring Boot starters? What do you understand by auto configuration? What is the need of a Spring Boot runner?
and Spring Boot DevTools and Spring Boot Actuator. Spring Boot DevTools എന്ന് പറയുന്നത് was released with the Spring Boot 1.3. DevTools stands for Developer Tool. The aim of DevTools module is to enhance the application development experience by reducing the development time of Spring Boot application. During a web application development, a developer changes the code many times and then restarts the application to verify the changed code. DevTools reduces the developer effort. It detects the code changes and restarts the applications automatically. Then we have automatic restart. Auto restart refers to the reloading of Java classes and configures it at the server side. While developing an application, a developer changes the code frequently and to verify these changes, the steps build, deploy, and restart of the server is required. Spring Boot tools automates the build and deploy process, which increases productivity. Then live reload ഉണ്ട്. Live reload or auto refresh is also a very important feature provided by Spring Boot DevTools. Spring Boot DevTools module also comes with an embedded live reload server. Enabling live reload in Spring Boot application is pretty easy.
Spring Boot in a command line properties on the Spring Boot environment properties can be passed via command line properties. Command line properties take precedence over the other property sources. We have properties file. By default, Spring Boot can access configurations available in the application.properties file kept under the class path. At value annotation. Properties defined for environment of application can be fetched in Java code using value annotation. Syntax to use at value annotation is shown below. At value and property ke pass ചെയ്ത് കൊടുക്കണം. പിന്നെ ആപ്ലിക്കേഷൻ പോർട്ടിന്റെ ഫയലിനകത്താണ് നമ്മൾ സെർവറിന് പോർട്ട് കൊടുക്കുന്നത്. ആപ്ലിക്കേഷൻ നെയിമോടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. സ്പ്രിംഗ് ആക്റ്റീവ് പ്രൊഫൈല് നമ്മൾ application.yml ഫയലിന്റെ അകത്താണ് കൊടുക്കുന്നത്. YAML allows active profile parameters to be kept into a single application.yml file, unlike multiple application.properties file. നമുക്ക് സെർവറിന് പോർട്ട് ഉണ്ട്, സ്പ്രിംഗ് ആപ്ലിക്കേഷൻ ഉണ്ട്. സെർവർ പോർട്ട് എന്ന് പറയുന്നത് ഒരിടത്ത് 9090 എന്ന് കൊടുക്കാം. നമുക്ക് അടുത്ത് വരുമ്പോൾ 8080. Running Spring Boot apps from command line. Plugin comes with a lot of convenience features such as can package all of our dependency, resolves the correct dependency versions. And running the code with the Naver in a exported form. A Spring Boot Naver plugin has the ability to automatically deploy the web application in an embedded application server. Running the code as standalone package application. Once the application phase is over, the application is moved to production
and we need to package the application. Production move ചെയ്തിട്ട് we need to package the application. Just import the Spring Boot Maven plugin and execute the following command in order to package the application. Maven എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ സ്പ്രിംഗ് ആപ്ലിക്കേഷൻ നമ്മൾ പാക്കേജ് ചെയ്യുന്നത്. അങ്ങനെ ആപ്ലിക്കേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ജാർ ഫയലും കിട്ടും, വാർ ഫയലും കിട്ടും. An application packaging as war and deployment of Tomcat. അത് വാർ ഫയൽ ആയിട്ട് നമ്മൾ അതിനെ ഡിപ്ലോയ് ചെയ്തതിനു ശേഷം we can വാർ ഫയൽ ആയി ജനറേറ്റ് ചെയ്തതിനു ശേഷം we can deploy it to Tomcat.